അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കിടങ്ങിനെക്കുറിച്ച് പറയാൻ, വികാരോജ്വലമായി പ്രഭാഷണം നടത്താൻ, കേട്ടുകൊണ്ടിരിക്കാൻ ഒക്കെ വളരെ കൗതുകകരമാണ്. പക്ഷേ മനസ്സുകൊണ്ട് ചിന്തിച്ച് അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് വല്ലാത്ത ഒരു അത്ഭുതമാണ് നമുക്ക്. സത്യത്തിൽ ചരിത്രം നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് കേൾക്കേണ്ടത്. കാരണം ചരിത്രം എന്നത് കഥയല്ല, അതിലൊരു പാഠമുണ്ട്, ഒരുപാട് പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ആ അർത്ഥത്തിൽ തന്നെ അതിനെ കാണണമെന്നാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10,000 ആൾക്കാരെയാണ് ബ്ലോക്ക് ചെയ്യാനുള്ളത്. അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകരുത്. മദീനയുടെ 3 ഭാഗങ്ങൾ സംരക്ഷിതങ്ങളാണ്. നേരത്തെ നമ്മൾ അതിൻ്റെ വിശദീകരണം പറഞ്ഞു. പിന്നെ നോർത്തിൽ മാത്രമാണ്, നോർത്താണ് ബ്ലോക്ക് ചെയ്യാൻ പോകുന്നത്. അത് നമ്മൾ മനസ്സിൽ ഇപ്പോൾ തന്നെ കാണണം. അതിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ആ കാലഘട്ടത്തിലെ ഒരു കുതിരക്ക് ചാടിക്കടക്കാൻ കഴിയാത്ത അത്ര വീതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത്, ആ കാലഘട്ടത്തിലെ ഒരു അറബിക്ക് ഇറങ്ങിക്കടക്കാൻ കഴിയുന്നതിലധികം ആഴമുണ്ടായിരിക്കണം. 3, രോഷാകുലരും കോപാന്ധരുമായ 10,000 ആൾക്കാരെ പിടിച്ചു നിർത്താൻ എന്തുകൊണ്ടും ആ കിടങ്ങിന് കഴിയണം. അതുകൊണ്ട് തന്നെ അത് ഇങ്ങേ ഹറത്ത് മുതൽ അങ്ങേ ഹറത്ത് വരെ നീണ്ടു നിൽക്കണമായിരിക്കണം. ഏതാനും ഒരു 10 മീറ്ററിൻ്റെ ഒരു കിടങ്ങുണ്ടാക്കിയത് കൊണ്ട് ശത്രുവിന് ആ 10ൻ്റെ അപ്പുറത്തോ അല്ലെങ്കിൽ ഇപ്പുറത്തോ കൂടി അനായാസം ശത്രുവിനെ ഉള്ളിലേക്ക് കടന്നു വരാൻ കഴിയും. അങ്ങനെയുള്ള ഒരു കിടങ്ങാണ്. അതുകൊണ്ട് തന്നെയാണത് വല്ലാത്ത ഒരു ത്യാഗമായി. പിന്നെ വേറെ ഒന്ന് ഇതിൻ്റെ ഇടയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, വിശ്വാസികൾ, എന്താണെന്ന് ചോദിച്ചാൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തൻ്റെ സഹാബിമാരും എത്രമാത്രം പ്രയാസങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയാണ്. ഇതിനു വേണ്ടിയാണ്, ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ അവർക്ക് ആർക്കെങ്കിലും രാജാക്കന്മാരാവാം, സുൽത്താൻമാരാവാം, അല്ലെങ്കിൽ അവർക്കൊക്കെ വലിയ നിധി കുംഭങ്ങൾ ലഭിക്കും, ഇതൊന്നും കരുതിയിട്ടല്ല. മറിച്ച് അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഈ ലോകത്തിന് ഇസ്ലാം വെളിച്ചമായി തീരുന്ന വിധത്തിൽ ഇസ്ലാമിനെ ഇവിടെ സ്ഥാപിച്ചു വെക്കുക എന്നതാണ്. അതുകൊണ്ട് അവർ എല്ലാം മറന്ന് ജോലി തുടങ്ങി. 10 വീതം ആൾക്കാരുടെ സംഘങ്ങളായിട്ടായിരുന്നു തുടങ്ങിയതാണ്. ഓരോ 10നും, ഓരോ 10 പേർക്കും 40 മുഴം വീതം ഭൂമി കളക്കാൻ, കിടങ്ങ് കളക്കാൻ നബി ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം 1000-ഓളം പേർ ആണ് ഈ കിടങ്ങ് കളച്ചത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കിടങ്ങുണ്ടായി. അതും വെറും 6-7 ദിവസം കൊണ്ട്. അതിനവരെ പ്രചോദിപ്പിച്ചത് ഒരു വലിയ കർഷകരോ വലിയ കളക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പോലെ വലിയ മിഷനറികളോ ഒക്കെ ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ ഈമാൻ തന്നെയായിരുന്നു. ആ ഈമാനിനെ പ്രോജ്വലിപ്പിക്കുന്ന പല കാര്യങ്ങളും അതിലൊപ്പമുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടൊപ്പം കിളക്കാൻ ഉണ്ട് എന്നതാണ്. അത് വലിയ ഒരു ഹൃദയവികാരമാണ്. ഒക്കെ നബിൻ്റെ കാലം കഴിഞ്ഞ്, ഖുലഫാഉൽ അർബഅത്തിൻ്റെ കാലം കഴിഞ്ഞ് പിന്നെ അതുണ്ടായിട്ടില്ല ലോകത്ത്. ഇസ്ലാമിൽ അതുണ്ട്, പക്ഷേ അത് പിന്നെ എവിടെയും ഉണ്ടായിട്ടില്ല. നേതാവ് ജോലിയെടുക്കുക എന്ന് പറയുന്നത്, നേതാവ് എന്ന് പറയുന്നത് ഒരു കമാൻഡിങ് സോഴ്സ് മാത്രമാണ്. നേതാവിൻ്റെ പണി എല്ലാവരോടും പണിയെടുക്കാൻ പറയൽ മാത്രമാണ് എന്ന ഒരു ധാരണയാണ്, തോന്നലാണ് പല ആൾക്കാർക്കും ഉള്ളത്. അതുകൊണ്ടാണ് ഈ അവസ്ഥ മാറിയത്. ഏതായിരുന്നാലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒപ്പം ഉണ്ട് എന്ന ആ ഒരു വികാരം
അവരുടെ മനസ്സുകളെ ബലപ്പെടുത്തി. മാത്രമല്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിളക്കുന്നുണ്ടായിരുന്നു, മണ്ണ് കോരുന്നുണ്ടായിരുന്നു, എല്ലാവരും ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം എല്ലാവരുടെയും മനസ്സുകളെ വിജൃംഭിതമായി നിർത്തുന്ന വാക്കുകളാണ് നബിയുടെ അധരങ്ങളിലൂടെ പുറത്തു വന്നത്. അല്ലാഹുമ്മ ലാ ഐഷ ഇല്ലാ ഐഷുൽ ആഖിറ ഫൻസുരിൽ അൻസാറ വൽ മുഹാജിറ. നബി അന്ന് ഉറക്കെ പറഞ്ഞിരുന്ന ഒരു കവിതാശകലമാണിത്. ചെറിയൊരു കവിതാശകലം, പക്ഷേ അതിന് വലിയ അർത്ഥമുള്ളത്. അല്ലാഹുവേ, ജീവിതം, ഈ കിളക്കുന്നത്, ഈ ഉഴുതുമറിക്കുന്നത്, ഈ ഭാരമേറിയ കല്ലുകളിൽ അടിച്ചു പൊട്ടിക്കുന്നത്, ഇതൊന്നും ഈ ലോകത്തെ ക്ഷണഭംഗുരമായ ജീവിതത്തിന് വേണ്ടിയല്ല, ആഖിറത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ എൻ്റെ ഒപ്പമുള്ള അൻസാരികളെയും മുഹാജിറുകളെയും നീ സഹായിക്കണമേ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയൊക്കെ കേൾക്കുമ്പോൾ ആ ജനതയുടെ മനോവികാരം, മനോനില ഉയരുകയായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.